ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും നമ്മൾ കലണ്ടറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കലണ്ടറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അത് ബാക്കിലേക്ക് മടക്കി വീണ്ടും റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊരു കുഞ്ഞ് ഫ്ലവറായി കിട്ടും. വളരെ സിമ്പിളായി നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മളത് മുഴുവനായും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി അതിനിടയിലൂടെ എല്ലാം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ വേറെയും കുറച്ച് പൂക്കൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ കലണ്ടറിൽ നിന്നും കുറച്ച് പീസുകൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. പഴയ കലണ്ടർ വെച്ച് തന്നെ നമ്മൾ വേറെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ റോൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ പൂക്കൾക്കാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് കളറും വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെയാണ് കൊടുത്തെടുക്കുന്നത്. ഫ്ലവറിൻ്റെ ഒരു നടുഭാഗത്ത് നമ്മൾ റെഡ് കളർ ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ്. പൂക്കൾക്കെല്ലാം നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിനെല്ലാം നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഓരോന്നിനായി പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ മുഴുവനായും പെയിന്റ് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി അതിനകത്തേക്ക് ഒരു സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റിക്കിൽ പിടിച്ച് പെയിന്റ് ചെയ്തെടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. പെയിന്റ് ചെയ്തതെല്ലാം നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പൂക്കളെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുക്കണം. അതിൽ പെയിന്റ് ചെയ്ത് കൊടുത്ത് അതിൽ നിന്നാണ് നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിൽ നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. ഇത് ഉണങ്ങി കിട്ടുമ്പോഴേക്കും നമുക്കിനി ഇതിലൂടെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ബ്ലൂ കളർ പെയിന്റ് ആണ് കൊടുക്കുന്നത്. ഫ്രെയിം പോലെയുള്ള ഒരു ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് കളർ പെയിന്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബ്ലൂ കളർ പെയിന്റ് മുഴുവനായും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിം പോലെയുള്ള ഭാഗത്ത് പെയിന്റ് കൊടുക്കാം. അത് നമ്മൾ കൊടുത്തെടുത്തിട്ടുണ്ട്. പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകളിലെല്ലാം നമ്മൾ മാർക്കർ ഉപയോഗിച്ച് വെയിൻസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പഴയ കലണ്ടർ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇലകളിലെല്ലാം നമ്മൾ വെയിൻസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള തണ്ടുകളാണ് ആദ്യം നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മളതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ തണ്ടുകളെല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് അതിന് താഴെയുള്ള ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആദ്യം നമ്മൾ ഫ്ലവർ ഇതുപോലെ അതിലേക്കൊന്ന് വെച്ച് നോക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിനി ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. പൂക്കളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പഴയ കലണ്ടർ വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇലകളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സാറ്റൻ റിബൺ ബോ ഷേപ്പിലാക്കി എടുത്ത് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ മുഴുവനായും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പഴയ കലണ്ടർ വെച്ച് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.